ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 4 വെള്ളി പുതിയ 5 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ഇന്ന് ഒക്ടോബർ 3 വ്യാഴാഴ്ച തിയേറ്റർ റിലീസായി എത്തിയ കുമ്മാട്ടിക്കളി ഉൾപ്പെടെ ആകെ 6 മലയാള സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററിലെത്തുന്നത്. കൂടാതെ ഒരു മലയാളം റീ റിലീസ് ചിത്രം കൂടി നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. അങ്ങനെ ഇന്നും നാളെയുമായി 7 സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ആർ.കെ. വിൻസെന്റ് സിൽവ സംവിധാനം ചെയ്ത കുമ്മാട്ടിക്കളി എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തിയത്. മാധവ് സുരേഷ്, ലെന, മിഥുൻ പ്രകാശ് എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. സിജു വിൽസൺ നായകനായി ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത് നാളെ ഒക്ടോബർ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് പുഷ്പക വിമാനം. ലെന, സിദ്ദീഖ്, ബാലു വർഗീസ് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ദീപു എസ് നൈറാം, സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ആരിഫ പ്രൊഡക്ഷൻസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമ റയോണ റോസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ കുടിയമേലയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം രവിചന്ദ്രനും, എഡിറ്റിംഗ് അഭിലാഷ് മോഹനും, സംഗീതം രാഹുൽ രാജുമാണ്. ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് ഒരു കട്ടിൽ ഒരു മുറി. ഹക്കിം ഷാ, പ്രിയംവദ കൃഷ്ണൻ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രഘുനാഥ് പലേരിയാണ്. സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും വിക്രമാദിത്യം ഫിലിംസിന്റെയും ബാനറിൽ സമീ ചെമ്പയിലും രഘുനാഥ് പലേരിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. എൽദോസ് നിരപ്പലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. എഡിറ്റിംഗ് മനോജ് CS-ഉം, സംഗീതം അങ്കിത് മേനോനുമാണ്. രാജേഷ് നാരായണൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത തണുപ്പ് എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. നിതീഷ് നമ്പ്യാർ, ജിബിയ TC, കൂട്ടിക്കൽ ജയചന്ദ്രൻ, അരുൺകുമാർ എന്നിങ്ങനെയാണ് താരനിര. അനു ആനന്ദ നിർമ്മിച്ച ഈ സിനിമയുടെ സംഗീതം പാർന്നിരിക്കുന്നത് ബിപിൻ അശോകാണ്. മണികണ്ഠൻ PS ഛായാഗ്രഹണവും സഹോദർ മെർവ എഡിറ്റിംഗും നിർവഹിച്ചിട്ടുണ്ട്. പ്രശാന്ത് B മോളിക്കൽ സംവിധാനം ചെയ്ത കൂൺ എന്ന സിനിമയാണ് നാളത്തെ 4ാമത്തെ റിലീസ്. ലിമൽ G പാടത്ത്, സിതാര വിജയൻ, ലക്ഷ്മിക സജീവൻ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് അനിൽകുമാർ നമ്പ്യാരാണ്. ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം അമിൽ രാധാമോഹനും, സംഗീതം അജിത് മാത്യുവുമാണ്. ടോജോ തോമസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. വിനായകൻ നായകനായി പ്രേംശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്ക് വടക്ക് എന്ന സിനിമയാണ് 5ാമത്തെ റിലീസ്. സുരാജ് വെഞ്ഞാറമൂട്, മെറിൻ ജോസ്, വിനീത് വിശ്വൻ, മെൽവിൻ G ബാബു, ഷമീർ ഖാൻ എന്നിങ്ങനെയാണ് താരനിര. ഹരീഷ് തിരക്കഥ എഴുതിയ ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സാം CS ആണ്. പ്രസന്ന, സുരേഷ് രാജൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. കിരൺ ദാസ് ആണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ്. മമ്മൂട്ടി നായകനായി 2009 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത സിനിമയാണ് പാലേരി മാണിക്യം. രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്വേത മേനോൻ, ശശി കരുങ്ക, മെയ്തിലി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഒരു മമ്മൂട്ടി ചിത്രം ആദ്യമായി റീ റിലീസിനെത്തുമ്പോൾ അത് എത്രത്തോളം വിജയകരമായിരിക്കും എന്ന ആകാംക്ഷ മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല സിനിമാ ലോകത്തിന് മൊത്തത്തിലുണ്ട്. ഇനി ഓണർ റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലേക്ക് വന്ന ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 2 കോടിക്ക് മുകളിലായിരുന്നു. അങ്ങനെ ആദ്യ 21 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 54,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 22ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഏകദേശം 55 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ ആദ്യ 22 ദിവസം കൊണ്ട് ചിത്രം 55 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 21 ദിവസം കൊണ്ട് ചിത്രം 90 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത്. 22ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 91 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഓണർ റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത മറ്റൊരു സിനിമ കിഷ്കിന്ധാ കാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ 21ാമത്തെ ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 1,08,00,000 രൂപയായിരുന്നു. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം 66,50,00,000 മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 22ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 45-50 രേഞ്ചിലാണ്. അങ്ങനെ 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 37 കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 70 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 22ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 71 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ NTR നായകനായി കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ദേവര. ചിത്രത്തിന്റെ 6 ദിവസത്തെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 396 കോടി രൂപയാണ് ഈ സിനിമ 6 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ഈ സിനിമ 6 ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 314 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ കളക്ഷനോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 330 കോടി മറികടക്കുന്നതാണ്. എന്നാൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 7 ദിവസം കൊണ്ട് 400 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളതും. നിലവിൽ തിയേറ്ററുകളിൽ വൻ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധാ കാണ്ഡം, ദേവര എന്നീ സിനിമകളെക്കുറിച്ചും ഇന്ന് തിയേറ്ററിലെത്തിയ കുമ്മാട്ടിക്കളി, നാളെ റീ റിലീസായി തിയേറ്ററിലെത്തുന്ന മമ്മൂട്ടി ചിത്രമായ പാലേരി മാണിക്യം, അതോടൊപ്പം തന്നെ നാളെ തിയേറ്ററിലെത്തുന്ന മറ്റ് 5 മലയാള സിനിമകൾ ഇവയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.